ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AU ഗെയിമിംഗ് വൈറ്റി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻസ് ഡീലേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിലൊരു മാച്ച് എന്നിട്ടുണ്ട്. നമ്മുടെ ടീം ഏതായാലും ഇതാണ് റോസ്. പിന്നെ ബാക്കി പേര് കാണുന്നില്ല, ടീം കാണുന്നില്ല. പിന്നെ അവരുടെ ടീം ഡുണ്ടി സംതിങ്, അവരെ അങ്ങനെ എന്താണ്. ഇതൊരു ഡിഫിക്കൽറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിൻ ചെയ്താൽ 75 കോയിൻസ് കിട്ടും നമുക്ക്. ഏതായാലും നമുക്ക് കളിച്ചു നോക്കാം. അതിന് തന്നെ ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ പോകാം. കണക്ഷൻ നെറ്റ്വർക്കിന് ചെറുതായിട്ടൊരു ഇഷ്യൂ ഉണ്ട്. വരും ഇപ്പോൾ ഗൈസ്, ഒരു മിനിറ്റ്. വന്നു ഗൈസ്. നമുക്ക് ഏതായാലും നമ്മൾ സ്കോർ നോക്കാം. കുഞ്ഞു ടീമാണ് കേട്ടോ. ഏതായാലും എനിക്ക് സ്ട്രെങ്ത് 80 ഉണ്ട് സ്ട്രെങ്ത്, പക്ഷെ ബാക്കിലൊക്കെ കുറവാണ്. ഏതായാലും നമുക്ക് കളിച്ചോ. ഈ സ്കോർ വെച്ചിട്ട് ഞാൻ കളിക്കുകയാണ്. ഇതാ ഗൈസ്, നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. നമ്മൾ പാസ് എടുത്തു. സ്പീഡൊന്നും ഇല്ല നമുക്ക്. നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ത്രോയിനായി നമ്മൾ ലൈനിൽ കടന്നിട്ടാണ് പന്ത് പോയത്. അപ്പോൾ അതുകൊണ്ട് ത്രോയിൻ. നമ്മൾ ഹെഡ് എത്തി, പക്ഷേ അത് ഗോളിൻ്റെ കൈക്ക് നേരെ പോണേ. ഇത് അവർ ഗോളിൻ്റെ കയ്യിലാകുമ്പോൾ ഗോളി കിക്ക് ചെയ്തു. ഇത് നമ്മൾ ഹെഡ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ നമ്മളെ കാൽമക്ക് തന്നെ വീണ്ടും വന്നു. നമ്മളെ ഡിഫെൻസ്, ഇത് ഡിഫെൻസ് ടു പാസ് ടു മോരി, ഹർമാൻ പാസ് ടു ഹർമാൻ. വാട്ട് എ ഗോൾ. ആദ്യം കിട്ടിയില്ലെങ്കിലും പിന്നെ വൈറ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. 58 ഓവറോളാണ് വൈറ്റ്. സ്കോട്ട്ലാൻഡ് പ്ലെയറാണ് വൈറ്റ്. അടിപൊളി പാസ്. ആദ്യം കിട്ടിയില്ല, രണ്ടാമത്തെ അടിച്ചു. ഇങ്ങനെ കൊടുത്തു, വെല്ലിയിട്ട് ഷൂട്ട് ചെയ്തു. ഒരു അടിപൊളി ഗോൾ കണ്ടു. ഇപ്പോൾ ഉള്ളത് 2-2 എന്നാണ്. ഇനി ഒരു ഗോൾ അടിച്ചാലുള്ള നമുക്ക് 75 കിട്ടുക. ഇനി നമുക്ക് 16 അങ്ങനെ ഏതെങ്കിലും ഗോൾ കിട്ടുന്നുണ്ടാവുക. മികച്ച കളിക്കനുസരിച്ച് ഗോൾ കിട്ടുക. നമുക്ക് ഏതായാലും ഒന്നുകൂടി കളിക്കാം. ഒരു ഗോൾ കൂടി സ്കോർ ചെയ്യാൻ എങ്ങനെയെന്ന് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതാ ഹർമോൻ ടു മൊറേൻ്റെ ഒരു അടിപൊളി ഷോട്ട്. പക്ഷേ സേവ് ചെയ്തു. അങ്ങനെ കോർണർ കിക്ക് കിട്ടുന്നു. കോർണർ കിക്ക് എടുത്തു. അങ്ങനെ ഹെഡ് എത്തുന്നു. ബാറിൻ്റെ മേലെ കൂടി പോണു. കോർസൺ കാരണം അവർ ഗോളിയാണ്. കിക്ക് ഇത് അവർ മുന്നേറുന്നു. അവരുടെ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതിന് വൈറ്റ് ടു മൊറേ ടു വൈറ്റ്. വൈറ്റിൻ്റെ ഒരു അടിപൊളി ഗോൾ ലാസ്റ്റ് മിനിറ്റിലാണ്. ഏതായാലും അടിപൊളി ഒരു സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഗോൾ നില എന്ന് പറയുന്നത് 2-3 ആണ്. നമുക്ക് 3 ആയിട്ടുണ്ട്. വൈറ്റ് 2 ഗോൾസ്, 2 അടിപൊളി ഗോൾസ് ആണ്. അതിന് ഈ മാച്ച് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് എത്ര കോയിൻസ് കിട്ടണം നമുക്കൊന്ന് ശ്രമിച്ചേക്കാം. നമുക്ക് നോക്കാം. 84 കോയിൻസായി. ബോണസും പിന്നെ ഗോൾ സ്കോർഡ് 2 പിന്നെ പ്രൈസും അങ്ങനെ. ഇപ്പോൾ പിന്നെ ഏതായാലും ഇനി അടുത്ത മാച്ച് നമ്മളിപ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ ഇപ്പോൾ വരണേ. അപ്പം നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോർ നോക്കാം. നമുക്ക് ടോപ്പ് സ്കോർ നമ്മളെ പ്ലെയർ തന്നെയാണ്. 12 ഗോൾസ് ഉണ്ട്. ടീം ഓവർണർ. പിന്നെ നമുക്ക് ഇനി ഒരു മാച്ച് കളിക്കാം. ക്ലിയർമൗണ്ടിൻ്റെ ഒപ്പമാണ് നമ്മളെ മാച്ച് ഇനി. അപ്പം നമുക്ക് ഏതായാലും കളിച്ച് നോക്കാം ക്ലിയർമൗണ്ടിൻ്റെ ഒപ്പം. ഇതാണ് നമ്മുടെ സ്കോഡ്.
ഞാൻ എനർജി ഉണ്ടോന്ന് പ്ലേസ് ചെയ്ത് നോക്കില്ല, എനർജി കുറവാണ്. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇനി കളിക്കണം. നമുക്ക് ഇതൊരു ഹാഫ് ടൈമിന് ശേഷം ഇവരൊക്കെ മാറ്റാം. വിർണറിൻ്റെ ഒരു അടിപൊളി ഷോട്ട്. 1-0 ആയിപ്പോൾ. ടീമോ വിർണർ. ബോംബെലെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകണം. അവർ പാസ് ഇട്ട് കളിക്കുന്നു. ഗെൽസിറ്റൻ പോണു. ഗെൽസിറ്റിൻ്റെ അടുത്ത് നിന്ന് പന്തെടുക്കുന്നു. വിർണർ അങ്കരി വിർണർ വാട്ട് എ ഗോൾ. എല്ലാവരും ഹാഫെന്ന് എല്ലാവരും സ്കില്ല് ചെയ്ത് വന്ന ഒരു അടിപൊളി ഗോളാണത്. നമുക്ക് റീപ്ലേ കാണാം. എല്ലാവരും ടാക്കിൾ ചെയ്യാൻ നോക്കി, അതും കടന്ന് ഒരു വലിയ ഷോട്ട്. അതൊരു അടിപൊളി ഗോളായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് ചെയ്യണം ഗൈസ്. ഈ മാച്ചിൽ ഞാൻ എത്ര ഗോൾസ് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് ഈ മാച്ച് മീൻസ് ഈ വീഡിയോയിൽ ഞാൻ എത്ര ഗോൾസ് സ്കോർ ചെയ്തെന്ന് നിങ്ങൾ ഗസ് ചെയ്യല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 മാച്ച് ഞാൻ കളിച്ചു, എന്നിട്ട് വീഡിയോ ഇതാക്കും. ഈ വീഡിയോ എത്ര വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഏതായാലും 2 മാച്ചിൽ എത്ര ഗോൾ ഞാൻ സ്കോർ ചെയ്തെന്ന് നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ അല്ല, വീഡിയോയിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഹിബോബി ടു ഇംബോബലെ ടു വിർണർ. ഹാട്രിക്. 23 മിനിറ്റ് കൊണ്ട് വിർണർ ഹാട്രിക് അടിക്കുകയാണ്. 3-0 ആണ് ഇപ്പോഴത്തെ സ്കോറ്. ടീമോ വിർണർ ബോൾ വാങ്ങാൻ പോകുന്നു. എൻ്റെ ടീമോ അവരെ അവരുടെ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് ടച്ച് ആയി നമ്മളെ. അങ്ങനെ അത് പുറത്തേക്ക് പോകുന്ന ബോൾ. ഇത് കോഫാൾ ടു വിർണർ. 4-0 ഗൈസ്. 31 means 4-0. അപ്പോൾ 33 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും വിർണർ ടു ലുക്മാൻ ടു വിർണർ ഓഫ് ലുക്മാൻ ഇൻ്റർസെപ്റ്റ്. കോഫാൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ബോൾ. കോഫാൾ ടു ഇംബോംബലെ ഓഗിയർ. അവർ ഇൻ്റർസെപ്റ്റ്, അവിടുത്തെ നിന്ന് വീണ്ടും പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഇംബോബലെ പാസ് കറക്റ്റ് ആയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈമിന് ശേഷം ഇപ്പോൾ 5-0 എന്ന സ്കോറാണ് ഇപ്പോൾ നമുക്കുള്ളത്. 5-0. അപ്പോൾ ഏതായാലും നമ്മൾ എനർജി കൂട്ടാണ്. 30 കോയിൻസ് കൊടുത്താൽ നമുക്ക് എനർജി കിട്ടും. ഡിയോ എന്നതാ ബോള്. ഹിബോബി തിരിച്ചടിച്ചു. ഹിബോബി ടു ഡിയോബ്. ഹിബോബി ടു ഇംബോബലെ. അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷെ അവരെ ഗോളി സേവ് ചെയ്യാണ്. നമുക്ക് കോർണർ ഇട്ടുണ്ട്. ഗാവി എടുക്കുന്നു കോർണർ. ഗാവി ടു ഡിയോപ്പ് ആയിരുന്നു. അങ്ങനെ ഡിയോപ്പ് ഷോട്ട് അടിച്ചത് അവരെ ഗോളി സേവ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും നമുക്കൊരു കോർണർ ഇട്ടുന്നു. ഗാവി തന്നെ എടുക്കുന്നു. മഗ്വേറോ. ഹാരി മഗ്വേറിൻ്റെ ഷോട്ട് പക്ഷെ പുറത്തു പോകുന്നു. എന്നതാ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ലുക്മാന് പന്തിട്ടുന്നു. ലുക്മാൻ ടു ഇംബോബലെ ടു വിർണറിൻ്റെ ലോങ് ഷൂട്ട്. വാട്ട് എ ഗോൾ. വിർണർ ഒരു ഡബിൾ ഹാട്രിക് ആയിരിക്കുന്നു ഇപ്പോൾ വിർണർ. ഒരു ലോങ് ഷോട്ട്. വാട്ട് എ ഗോൾ. തിരിഞ്ഞിരുന്നൊരടി കർവ് ചെയ്ത് കോർണറിലേക്ക് കയറിയിട്ടുണ്ട്. ലെഫ്റ്റ് കോർണറിലേക്കാണ് കയറിക്കണേ. അപ്പോൾ അവർ വീണ്ടും ടച്ചിറക്കി. വീണ്ടും നമുക്ക് തന്നെ ബാൾ കിട്ടി.
ഹാരി മഗ്വേറോ ടു ഗാവിൻ്റെ ബോൾ മിസ് പാസ് ആവുന്നു. പാസ് പക്ഷേ ഗാവി വീണ്ടും തിരിച്ചു ഇംബോബലെ ടു ടീമോ വെർണർ ഓഫ് അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷേ സേവ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ. പിന്നെ വീണ്ടും കോർണർ കിട്ടുന്നു. കോർണർ വീണ്ടും ഗാവി എടുക്കുന്നു. മഗ്വേറോ വീണ്ടും പുറത്തേക്കാണ് മഗ്വേറോൻ്റെ കോർണർ ഹെഡർ. അതാ അവർ പാസ് കൊടുക്കുന്നു. ഒരു ലോങ് പാസ് കൊടുത്തു, പക്ഷെ നമ്മൾ അതെടുത്തു. കോഫാൾ ടു ടീമോ വെർണറിന് കിട്ടിയില്ല, പക്ഷെ വെസ്സിന് കിട്ടുന്നു. വെസ് ടു ടീമോ വെർണർ ബാർമ തട്ടി പോകുന്നു. ലോങ് ഷൂട്ട് ബാർമ തട്ടി പോകുന്നു. വീണ്ടും ഡിയോപ്പ് പിടിച്ച് നോക്കുന്നു. ഡിയോപ്പ് ടു ഹിബോബി ടു ടീമോ വെർണർ പാസ് എടുക്കാൻ പോയപ്പോൾ അവർ ഗോൾ കീപ്പർ പിടിച്ചു. പക്ഷെ പിടിച്ചാലും അവർ ലോങ് ഷൂട്ട് അടിച്ചെടുത്തു അത് ഗോൾ കീപ്പർ. പക്ഷെ നമുക്ക് തന്നെ വീണ്ടും കിട്ടുകയാണ്. അങ്ങനെ ടീമോ വെർണറിൻ്റെ ലോങ് ഷൂട്ട് ഗോളി ചാടി കൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ്. ലുക്മാൻ ടു ഗാവിൻ്റെ ലോങ് ഷോട്ട് ഫ്രീ കിക്ക് ഗൈസ്. ഫോളൊക്കെ അവർക്ക് റെഡ് കാർഡ് ഗൈസ്. ഇഞ്ചുറി ആയി ഗാവിക്ക്. ഏതായാലും ചേഞ്ച് ചെയ്യാം. നമുക്ക് പജാക്കനാക്കാം. എനിക്ക് നല്ല പറ്റിയിട്ടുണ്ട്. ഏതായാലും ടീമോ വെർണർ കൊണ്ട് അടിക്കാം. ഇംബോബലിനെ കൊണ്ട് തന്നെ അടിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ 4 മിനിറ്റ് ആൻഡ് ടൈമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് കഴിയാനായിട്ടുണ്ട്. ഏതായാലും മഗ്വേറോ ഫുൾ ടൈം ഗൈസ് 7-0 ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എത്ര സ്കോർ ബോർഡ്. 6-0 അവർക്ക്. ഇംബോബലെ 4 അസിസ്റ്റും ഹിബോബി 1 അസിസ്റ്റ്, കോഫാള 1 അസിസ്റ്റ്. ബാക്കിയുള്ള 6 ഗോളും ടീമോ വെർണറാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടിയിട്ടുള്ളത് 33 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഗാവിക്ക് ഏതായാലും നമ്മൾ 18 ഡയമണ്ട് കൊടുത്തിട്ട് നമ്മൾ അവൻ്റെ പരിക്ക് വെച്ചിരിക്കുകയാണ്. നമുക്കേതായാലും ഇത് നോക്കാം ഏതെങ്കിലും പ്ലേയേഴ്സ് വന്നിട്ടുണ്ടെന്ന്. നമുക്കേതായാലും പറ്റില്ല, നമുക്ക് അത്ര പൈസ ഇല്ല നമ്മളെ കയ്യിൽ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഏതായാലും അതിന് മുമ്പ് ഇത് കാണിച്ചു തരാം. ടോപ്പ് സ്കോറർ ഏതായാലും 33 ഗോൾസിൽ ടീമോ വെർണറാണ്. സെക്കൻഡ് 4 ഗോൾസിൽ ഹിബോബി സെക്കൻഡ് ബാംബ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ലോറൻറ്റിൻ്റെ 5 ഗോൾസ്. പിന്നെ തേർഡ് ഹിബോബി നമ്മളെ പ്ലെയറിൻ്റെ 4 ഗോൾ. പിന്നെ അസിസ്റ്റ് ഹിബോബി 9, ഇംബോബലെ 9 ഫസ്റ്റ്, സെക്കൻഡ് ഹിബോബി 7, ഗാവി തേർഡ് 6, പിന്നെ അലാവിസിൻ്റെ ജിറൂഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ 5 അസിസ്റ്റ്. അപ്പോൾ താങ്ക് യു.